ഹായ് ഹലോ MR പൾട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പം നമ്മുടെ കോഴിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഗുളികകളായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ BV380 കോഴിക്ക് ചെറിയ രീതിയിൽ കാഷ്ടം വെള്ള കളറിൽ വരുന്നു, ചിറകൊക്കെ താഴ്ത്തി തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഞാൻ വേഗം ഇന്ന് രാവിലെ ആയിരുന്നു ഞാൻ കണ്ടത്. അപ്പം ഞാൻ വേഗം മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും കോഴി ചത്തുപോയി. അപ്പോൾ ഒരു ദിവസത്തെ കാര്യമാണ് ഇത്. ഒരൊറ്റ ദിവസം കൊണ്ട് അത് ആള് ഡിമ്മായിപ്പോയി. കാരണം നമ്മുടെ BV380 കോഴികൾ കാര്യം ഇത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ പ്രതിരോധം അത്രയേ ഉണ്ടാവുള്ളൂ. അവർക്ക് വേഗം അസുഖങ്ങൾ വരും. പക്ഷേ നമ്മുടെ നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ ഒരുപാട് പിടിച്ച് നിൽക്കും. എന്തെങ്കിലും അസുഖം വന്നാലൊക്കെ ഒരു കുറച്ചൊക്കെ പിടിച്ച് നിൽക്കാനുള്ള ആ ഒരു ശേഷി അവർക്കുണ്ട്. പക്ഷേ നമ്മുടെ BV380 കോഴികൾക്ക് അത്രയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ട് പോയി മരുന്നൊക്കെ വാങ്ങി വരുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നു അത് അധികമായി പോയെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചത്തുപോയി. എനിക്കതൊരു ഭയങ്കര സങ്കടം. മുട്ടയിടുന്ന കോഴിയാണ്, നല്ല കനമുള്ള കോഴിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കതെല്ലാം കൂടെ ഭയങ്കര ഒരു സങ്കടമായി പോയി. അത്രയും നമ്മളങ്ങനെ കൊണ്ടടക്കുന്ന കോഴികളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്ന് ചത്തുപോയി കഴിഞ്ഞാലേ പിന്നെ എന്താ പറയാ, മൊത്തത്തിൽ നമുക്കൊരു ചടപ്പായി പോകും. അത് എപ്പോഴായാലും അങ്ങനെ തന്നെ. നമ്മളിങ്ങനെ ആറ്റുനോറ്റ് കൊണ്ടടക്കുന്ന കോഴികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് പിന്നെ ഒരു ചടപ്പാണത്. പിന്നെ ഒരു അതിനോടൊരു മടുപ്പ് വന്നു. പക്ഷെ എന്നാലും നമ്മളത് ആ ഒരു സമയത്ത് നമ്മളെ സങ്കടം കൊണ്ട് തോന്നുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ മാക്സിമം ഈ ഒരു കാര്യത്തിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാര്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ട പ്രതിരോധ മരുന്നുകളും അല്ലെങ്കിൽ വൈറ്റമിനും പിന്നെ കാൽസ്യം എന്ന് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ കൊടുക്കുക പറ്റുള്ളൂ. ഞാൻ എൻ്റെ കോഴികൾക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നാണ് വാങ്ങാറ്. പുറത്തുനിന്ന് ഞാൻ മരുന്ന് വാങ്ങാറില്ല. പൊതുവെ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടിട്ട് വാങ്ങിച്ച മരുന്നുകളാണ് ഇവർക്ക് കൊടുക്കാറ്. അപ്പോൾ നല്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എത്ര മരുന്ന് കൊടുത്താലും 1-2 എന്തെങ്കിലും ആയിട്ട് നമുക്ക് നഷ്ടമാവും. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ ഈ കാലാവസ്ഥയിൽ തണുപ്പ് കൂടുതലും അങ്ങനെയൊക്കെ ആണല്ലോ ഓരോ അസുഖങ്ങൾ വരുന്നത്. കാരണം അതിപ്പോൾ മനുഷ്യരായാലും നമ്മൾ ഈ ഓരോ കാലാവസ്ഥ മാറ്റങ്ങളിൽ നമ്മളെ തന്നെ ബാധിക്കും. അപ്പോൾ കോഴികളെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത് പിന്നെ ഞാൻ കണ്ടില്ല. അതായത് നമ്മൾ എല്ലാ കോഴികളും ഒരുപോലെ തന്നെ നല്ല ഉഷാറായി നടക്കുന്ന കോഴികളാണ്. അപ്പോൾ ഈ പെട്ടെന്നായിരിക്കാം ഇത് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴേക്ക് തന്നെ അതിന് മരുന്ന് കൊടുക്കുമ്പോഴേക്ക് തന്നെ അത് ചത്തുപോയി എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഈ പക്ഷികളോട്, അതിപ്പോൾ എന്ത് തന്നെ ആയാലും കോഴി ആയാലും ശരി, വേറെ എന്തായാലും ശരി, എന്ത് സാധനങ്ങളായാലും എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് ഈ പ്രാവിനെ വാങ്ങണമെന്ന്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാവിനെ വാങ്ങിച്ചു, 2 പ്രാവിനെ. അത് മെയിലും ഫീമെയിലും ആണേ. അപ്പോൾ അത് അങ്ങനെ വാങ്ങി. പിന്നെ ഈ വേറെ കളറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഫീമെയിൽ ഏതാ മെയിൽ ഏതാന്ന് അധികം മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് തന്നെ ഒരു ഡൗട്ടോട് കൂടിയാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്കൊരു അത് എന്താ പറയുക കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അടയിരിക്കുന്ന പ്രാവായിരുന്നു കേട്ടോ. ഈ 2 മുട്ടയിട്ട് അടയിരിക്കുന്ന പ്രാവിനെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ആ മുട്ടയോട് കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട് വാങ്ങി അതിൽ വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വാങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള കൂട്ടിലായിരുന്നു ഇവർ അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അവിടുന്ന് ഈ അടയിരിക്കുന്ന സമയം അവരെ കൂടും എല്ലാം മാറുകയാണല്ലോ. അപ്പോൾ ആ പാത്രം ഉൾപ്പെടെ ആ ഒരു ചട്ടി ഉൾപ്പെടെ നമ്മൾ വേറെ പുതിയത് വാങ്ങിയത്. അവർ കൂട്ടിൽ തീറ്റ വെച്ച് വെക്കുന്നൊരു ചട്ടി പോലത്തെ ഒരു ഇത് അതിൽ കയറി അവർ അടയിരുന്നതായിരുന്നു.
അപ്പോൾ അതെല്ലാം നമ്മൾ പുതിയതായിട്ട് മാറ്റിയെടുക്കുമ്പോൾ ഇവർ അടയിരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നുമല്ല, എന്തോ നല്ല രീതിയിൽ തന്നെ അവർ അടയിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും അവർക്കില്ല, കൂടുമാറിയതിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടേ നമ്മൾ അവിടെ നിന്ന് മുട്ടയോടുകൂടി പിന്നെ എങ്ങനെയൊക്കെയോ നമ്മളിവിടെ എത്തിച്ചതാണ്. പൊട്ടാണ് ഞാൻ 2 വീലറിൻ്റെ മുകളിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് പൊട്ടിപ്പോകുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ല, നല്ല രീതിയിൽ നമ്മളിവിടെ എത്തിച്ച് അവർക്ക് വെച്ച് കൊടുത്തപ്പോൾ അവർ വേഗം അടയിരിക്കാൻ തന്നെ തുടങ്ങി. അപ്പോൾ പിന്നെ ഇതിൽ ഈ ഒരു നമ്മളെ മക്കൾ ആയി വരുന്നതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കുമല്ലോ, അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് മക്കളായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ പ്രാവുകൾ ഫീമെയിലായാലും ഈ ഫീമെയിൽ കുറഞ്ഞ സമയം ഫീമെയിലായിരിക്കും അടയിരിക്കുക, പിന്നെ കുറഞ്ഞ സമയം മെയിലായിരിക്കും കേട്ടോ. നല്ല രസമാണ്, അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരാൾക്ക് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ അടുത്ത ആൾ കയറിയിരിക്കും, അടുത്ത ആൾക്ക് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ മറ്റേ ആൾ കയറിയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ 2 മുട്ട കണ്ടില്ലേ, നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല വലുപ്പത്തിലുള്ള മുട്ട, 2 മുട്ട ഇടുള്ളൂ. അവർ തന്നെ അടയിരിക്കും. നമ്മൾ കോഴിൻ്റെ മാതിരി കോഴിക്ക് അട വെച്ച് കൊടുക്കുക അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നമ്മൾ ഈ പ്രാവുകൾക്കൊക്കെ. അതൊക്കെ അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഇതിപ്പം കൂട് വാങ്ങി. ഇനി ഈ കൂട് നമ്മളെ വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ചത്, പുറത്തേക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് പുറത്ത് കൊണ്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ മക്കളായതിന് ശേഷമൊക്കെയുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി കുറഞ്ഞ ദിവസങ്ങളിലൂടെ മതിയാവും മക്കളാവാൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ, നമ്മൾ കോഴിൻ്റെ ഒക്കെ ആണെങ്കിൽ 21 ദിവസം എന്നൊക്കെ നമുക്ക് പറയാം. പ്രാവിൻ്റെത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ, എന്നാലും നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ എനിക്ക് ഇങ്ങനത്തെ കൂട്ടിൽ പ്രാവിനെ വളർത്തുന്ന നല്ല പൊതുവെ ഇഷ്ടം കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ കാണാറില്ലേ ഈ ഒരു വീടിൻ്റെ രൂപത്തിലൊക്കെ ആക്കിയെടുക്കുന്ന കൂടുകൾ, അങ്ങനെയൊക്കെ പിന്നെ വെച്ചിട്ട് ആ ഒരു രീതിയിലുള്ള കൂടുകളാണ് എനിക്ക് പ്രാവിന് ആക്കി കൊടുക്കാനൊക്കെ ഇഷ്ടം. പക്ഷേ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇവർക്ക് നല്ലൊരു കൂട്ടിലേക്ക് മാറ്റേണ്ട ആവശ്യം വന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു കൂട് വാങ്ങിയതാണേ. അല്ലാണ്ട് ഇനിയിപ്പോൾ കൂടുതൽ പ്രാവുകളൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞ രീതിയിലുള്ള കൂടൊക്കെ ആക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ മുട്ട വിരിഞ്ഞിട്ട് കാണിച്ചു തരാം. അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം.